വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഡെസേർട്ട് തയ്യാറാക്കാം. അതിനായിട്ട് 3 ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിലേക്ക് അരച്ചു വെച്ച മിക്സ് ഒഴിച്ചു കൊടുത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് വെന്ത് വരുമ്പോഴത്തേക്ക് അര കപ്പ് പാലും അര കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇത് 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തും കൂടെ എടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 2 കപ്പ് പാലും 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും കെട്ടാതെ ഇളക്കി കൊടുത്ത് തിളച്ച് വരുമ്പോൾ ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ക്രീമി പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോഴിത് അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ.